നമസ്കാരം. ആത്മീക യാത്രയുടെ പുതിയൊരു പതിവിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ ഇന്നത്തെ ഈ വീഡിയോയിലൂടെ കാണുവാൻ പോകുന്നത് അത്യാവശ്യമായി പണം വേണ്ടിവരുന്ന ഒരു സാഹചര്യത്തിൽ നമ്മൾ ഉപയോഗിക്കേണ്ട ഒരു ടെക്നിക്കിനെ കുറിച്ചാണ്. മണി ബ്ലോക്കേജ് മാറിക്കിട്ടുവാനായി ഒരുപാട് ടെക്നിക്കുകളെക്കുറിച്ച് നമ്മുടെ ആത്മീക യാത്ര എന്ന ഈ ചാനലിലൂടെ നമ്മൾ കണ്ടുവരുന്നുണ്ട്. അതുപ്രകാരം ഒരുപാട് പേർക്ക് പല വിധത്തിലുള്ള ആഗ്രഹങ്ങൾ നേടിയെടുക്കുവാൻ സാധിച്ചു. തടസ്സപ്പെട്ട് കിടക്കുന്ന പണങ്ങൾ അവരിലേക്ക് വന്നു ചേർന്നു. അതുപോലെ തന്നെ അത്യാവശ്യമായി പണം ലഭിച്ചു എന്നെല്ലാം പറഞ്ഞ് ഒരുപാട് പേർ നമുക്ക് മെസ്സേജുകളും ചെയ്യുന്നുണ്ട്. അതുപ്രകാരം ഇന്നത്തെ ഈ വീഡിയോയിലൂടെ കാണുവാൻ പോകുന്നതും പെട്ടെന്ന് നമുക്ക് ഏതെങ്കിലും ഒരു തുക ആവശ്യമാണ്. അത് എന്തെങ്കിലും ഒരു അത്യാവശ്യ കാര്യത്തിനാണ്. ഇന്ന് വൈകുന്നേരത്തിനുള്ളിലോ അല്ലെങ്കിൽ നാളെ വൈകുന്നേരത്തിനുള്ളിലോ നമുക്ക് ആ തുക അത്യാവശ്യമായി വേണമെന്ന് പറയുന്നവർ ഉപയോഗിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട ടെക്നിക്കാണ് ഞാൻ ഇപ്പോൾ ഇവിടെ പറയുവാൻ പോകുന്നത്. ഈ അഫർമേഷനുകളും മാനിഫെസ്റ്റേഷനുകളും ലോ ഓഫ് അട്രാക്ഷൻ മെത്തേഡുകളും എല്ലാം ഉപയോഗിക്കുമ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, നമ്മൾ ആകെ ചെയ്യേണ്ടതായിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് ഈ പ്രപഞ്ചത്തിൽ വിശ്വസിക്കുക എന്നുള്ളതിനെക്കുറിച്ച് മാത്രമാണ്. ഈ പ്രപഞ്ചം നമുക്ക് വാരിക്കോരി തരുവാൻ തയ്യാറായി നിൽക്കുകയാണ്. പക്ഷേ നമ്മൾ എങ്ങനെയാണ് ഈ പ്രപഞ്ചത്തിനെ യൂട്ടിലൈസ് ചെയ്യേണ്ടത്, ഈ യൂണിവേഴ്സിനോട് എന്ത് ചോദിക്കണം, എപ്പോൾ ചോദിക്കണം, എങ്ങനെ ചോദിക്കണം എന്നതിനെക്കുറിച്ച് യാതൊരുവിധ ധാരണയും ഇല്ലാതെയാണ് നമ്മൾ ചോദിക്കുന്നത്. അതിനാലാണ് ഒരു പക്ഷേ പലർക്കും അവരുടെ ആഗ്രഹങ്ങൾ നിറവേറി കിട്ടുന്നില്ല എന്ന് പറഞ്ഞ് വിഷമം പ്രകടിപ്പിക്കുന്നതും. എപ്പോഴും നമ്മുടെ വീഡിയോകൾ തുടർച്ചയായി കാണുന്നവർക്കെല്ലാം അറിയാം, ആദ്യം നമ്മൾ ഈ യൂണിവേഴ്സിൽ വിശ്വസിക്കണം. പിന്നീട് നമുക്ക് എന്താണോ ആവശ്യം അത് നമ്മുടെ മനസ്സിൽ തന്നെ, നമ്മുടെ ഉപബോധ മനസ്സിൽ അത് ഫിക്സ് ചെയ്ത് വെക്കണം. നമുക്ക് പല വിധത്തിലുള്ള ആഗ്രഹങ്ങളുണ്ടാകാം, പല വിധത്തിലുള്ള ആവശ്യങ്ങളുണ്ടാകാം. അതിൽ ഓരോന്നായി മാത്രമേ നമുക്ക് നിറവേറ്റിയെടുക്കുവാൻ സാധിക്കുകയുള്ളൂ. എല്ലാ കാര്യങ്ങളും ഒരുമിച്ച് കൊണ്ടുപോയി ഡംപ് ചെയ്തിട്ട് നമുക്ക് ഇത് നിറവേറി കിട്ടിയില്ല എന്ന് പറയുന്നതിനേക്കാളും സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് നമുക്ക് നമ്മുടെ ആഗ്രഹങ്ങളെ നിറവേറ്റിയെടുക്കുവാനുള്ള ഒരുപാട് ടെക്നിക്കുകളെക്കുറിച്ചും മെത്തേഡുകളെക്കുറിച്ചും ഞാൻ നമ്മുടെ ഈ ചാനലിലൂടെ നിങ്ങളുടെ മുന്നിലേക്ക് എത്തിച്ചിട്ടുണ്ട്. അതുപ്രകാരം ഇന്നത്തെ നമ്മുടെ ഈ വീഡിയോയിലൂടെയും നമുക്ക് ആവശ്യമായ തുക പെട്ടെന്ന് നേടിയെടുക്കുവാൻ വേണ്ടി ചെയ്യേണ്ട ഒരു ടെക്നിക്ക് എന്താണ്, അല്ലെങ്കിൽ ഒരു മെത്തേഡ് എന്താണ് എന്നതിനെക്കുറിച്ചാണ് കാണുവാൻ പോകുന്നത്. ഉദാഹരണത്തിന്, നാളെ രാവിലെ നേരം പുലരുമ്പോൾ അല്ലെങ്കിൽ ഒരു 10 മണിക്ക് മുന്നേ നമുക്ക് ഒരു 3000 രൂപയോ അല്ലെങ്കിൽ ഒരു 5000 രൂപയോ അത്യാവശ്യമായിട്ട് വേണം. ആരോടെങ്കിലും കടമായി വാങ്ങിച്ച പണം തിരികെ കൊടുക്കാനാണ്. നമ്മൾ വേറൊരു വ്യക്തിയോട് പണം കടമായി ചോദിച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ അവർ നമ്മളോട് വാങ്ങിച്ച പണം തിരികെ തന്നിട്ടില്ല, അല്ലെങ്കിൽ നമുക്ക് ശമ്പളം ക്രെഡിറ്റ് ആകാതെ കിടക്കുകയാണ്, അതും അല്ലെങ്കിൽ നമ്മുടെ ചിട്ടിത്തുക കിട്ടുവാനുണ്ട്, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും വഴിയിലൂടെ നമുക്ക് പണം വന്നു ചേരുവാനുണ്ട്. പക്ഷേ അതിനെക്കുറിച്ചുള്ള ഒരു പോസിറ്റീവ് റിസൾട്ട് ഇതുവരെയും നമുക്ക് ലഭിച്ചിട്ടില്ല എന്ന് പറഞ്ഞ് വിഷമിക്കുന്നവർ ഇന്ന് രാത്രി ഉറങ്ങുന്നതിന് മുന്നേ ചെയ്യേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം, അതായത് നിങ്ങൾക്ക് എപ്പോഴാണോ ആവശ്യം, വൈകുന്നേരമാണ് ആവശ്യം അല്ലെങ്കിൽ രാത്രിയാണ് ആവശ്യം എന്നുണ്ടെങ്കിൽ രാവിലെ ഉണർന്നതും തന്നെ നിങ്ങൾക്ക് ഈ ഒരു മെത്തേഡ് പ്രയോഗിക്കാം. ഇനി ഏതൊരു സാഹചര്യത്തിൽ വേണമെങ്കിലും, അതായത് രാവിലെയോ ഉച്ച സമയത്തോ വൈകുന്നേരത്തോ ഏതൊരു സാഹചര്യത്തിലാണ് നിങ്ങൾ ഈ ഒരു മെത്തേഡ് പ്രയോഗിക്കുന്നത് എങ്കിലും നിങ്ങൾ അത് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് ആവശ്യമായ തുക നിങ്ങളുടെ മനസ്സിൽ ആദ്യം ഉറപ്പിച്ചു വെക്കേണ്ടതാണ്. പിന്നീട് അത് നിങ്ങൾക്ക് കിട്ടി എന്ന് നിങ്ങൾ വിഷ്വലൈസ് ചെയ്യേണ്ടതാണ്. ആ പണം നിങ്ങളുടെ കയ്യിൽ വന്നു ചേർന്നാൽ നിങ്ങൾ ഏതൊരു ആവശ്യത്തിനു വേണ്ടിയാണ് ആ പണം ചോദിക്കുന്നത് ഈ പ്രപഞ്ചത്തോട്, ആ ആവശ്യം പൂർത്തീകരിക്കാൻ സാധിച്ചു, അതിൽ നിങ്ങൾ ഇപ്പോൾ സന്തോഷവതിയാണ് എന്ന് നിങ്ങൾ തന്നെ നിങ്ങളുടെ മനസ്സിൽ ആ ഒരു വിഷ്വലൈസേഷൻ കൊണ്ടുവന്നതിനു ശേഷം മാത്രം നിങ്ങൾ ഈ ഒരു മെത്തേഡ് പ്രയോഗിച്ച് നോക്കുവാനായിട്ട് ശ്രമിക്കുക. നമ്മൾ എപ്പോഴും പറയും, നമ്മുടെ കൈകളിൽ വാക്കുകളാണെങ്കിലും സംഖ്യകളാണെങ്കിലും നമ്മുടെ ഏത് ആഗ്രഹം മനസ്സിൽ കരുതിക്കൊണ്ടാണോ അത് ചെയ്യുന്നത് അതിനെ പൂർത്തീകരിക്കുവാനുള്ള ഒരു അത്ഭുത ശക്തിയുണ്ട് എന്നതിനെക്കുറിച്ച്. പ്രധാനമായും നമ്മുടെ മാനിഫെസ്റ്റേഷൻ മെത്തേഡുകളിൽ ഉപയോഗിക്കുന്ന സംഖ്യകളിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നിങ്ങൾക്ക് എല്ലാവർക്കും സുപരിചിതമായ ഒന്നാണ് 8 എന്നുള്ളത്. 8 എന്നുള്ളത് ഒരു ഇൻഫിനിറ്റി സിംബലിനെ കുറിക്കുന്നതാണ്. ഇൻഫിനിറ്റി എന്ന് പറഞ്ഞാൽ തുടർന്നു കൊണ്ടിരിക്കുന്നത്, അവസാനമില്ലാത്തത്, അന്ത്യമില്ലാത്തത് എന്നെല്ലാം ഒരുപാട് കാര്യങ്ങൾ ആ 8 എന്നുള്ള അക്കത്തിനെ പറയുന്നതാണ്. പക്ഷേ ഇന്ന് ഞാൻ ഇവിടെ ഒരു അക്കത്തെക്കുറിച്ചോ സംഖ്യകളെക്കുറിച്ചോ അല്ല പറയുവാൻ പോകുന്നത്, മറിച്ച് ഒരു അഫർമേഷൻ എന്ന രീതിയിലുള്ളതിനെക്കുറിച്ചാണ്. ഇതിനായിട്ട് നമ്മൾ വലതു കയ്യിൽ എഴുതുന്നവരാണെങ്കിൽ ഇടതു കയ്യിലായിരിക്കും നമ്മളെ കൊണ്ട് എഴുതുവാൻ സാധിക്കുക. അങ്ങനെ എഴുതുന്ന സമയത്ത് നമുക്ക് ആവശ്യമായ നിറത്തിലുള്ള പേന എന്ന് പറയുന്നത് പച്ച നിറത്തിലുള്ള മഷിയുള്ള പേനയാണ്. കഴിവതും പച്ച നിറത്തിലുള്ള മഷിയുള്ള ഒരു പേന നമ്മുടെ വീടുകളിൽ എപ്പോഴും വാങ്ങി വെക്കുവാനായിട്ട് ശ്രമിക്കുക.
കാരണം പണത്തെ ആകർഷിക്കുവാനായിട്ട് നമുക്ക് ഏറ്റവും ഉപകാരപ്രദമായ ഒരു നിറം എന്ന് പറയുന്നത് ഈ പച്ച നിറമാണ്. അതിനാൽ നമുക്ക് കഴിവതും പച്ച നിറത്തിലുള്ള മഷിയുള്ള പേന എടുക്കാം. ഇനി അഥവാ അത് കിട്ടിയില്ല എങ്കിൽ മാത്രം നീല നിറത്തിലുള്ള മഷിയുള്ള പേന എടുക്കാം. കഴിവതും പച്ച എടുക്കുവാനായിട്ട് ശ്രമിക്കുക. ഇനി നിങ്ങൾ ഒരു 2 സെക്കൻഡോളം ശാന്തമായുള്ള ഒരു സ്ഥലത്തിരിക്കുക. അത് എവിടെയാണെങ്കിലും സാരമില്ല. കട്ടിലിലോ താഴെയോ മുറികളിലോ അല്ലെങ്കിൽ പൂജാമുറിയിലോ അല്ലെങ്കിൽ നമ്മൾ ബസ്സിൽ യാത്ര ചെയ്യുകയാണെങ്കിൽ ബസ്സിലോ ഇരിക്കാവുന്നതാണ്. നമ്മുടെ മനസ്സിൽ നമ്മുടെ ആവശ്യങ്ങളെക്കുറിച്ചുള്ള ആ ഒരു ചിന്ത മാത്രമേ ഉണ്ടാകാൻ പാടുള്ളൂ. അതായത് നാളെ 10 മണിക്ക് എനിക്കൊരു 5000 രൂപ അത്യാവശ്യമാണ്. അപ്പോൾ ആ ഒരു പണം നിങ്ങൾ ചോദിച്ച വ്യക്തികൾ അല്ലെങ്കിൽ നിങ്ങൾക്ക് തരുവാനുള്ള വ്യക്തികൾ നിങ്ങളിലേക്ക് കൊണ്ടുതരുന്നതും ആ പണം നിങ്ങൾ ആർക്കാണോ കൊടുക്കുവാനുള്ളത് അവരിലേക്ക് കൊടുക്കുന്നതുമായിട്ടുള്ള ഒരു വിഷ്വലൈസേഷൻ ആയിരിക്കണം ഇപ്പോൾ നമ്മുടെ മനസ്സിൽ ഉണ്ടാകേണ്ടത്. അപ്പോൾ ഇത് നമ്മളിലേക്ക് എത്തിച്ചു തന്നതാരാണ്? ഈ പ്രപഞ്ചമാണ്. അപ്പോൾ ഈ പ്രപഞ്ചം നമ്മളിലേക്ക് നമ്മുടെ ആവശ്യങ്ങൾ എത്തിച്ചു തരുമ്പോൾ നമ്മൾ പ്രപഞ്ചത്തിനോട് എന്താണ് പറയേണ്ടത്? താങ്ക് യു അല്ലെങ്കിൽ നന്ദി എന്നുള്ള ആ 2 വാക്കാണ് നമ്മൾ പറയേണ്ടത്. ഇത് എങ്ങനെയാണ് പറയേണ്ടത്? നാളെ രാവിലെ 10 മണിക്ക് മുന്നേ എനിക്ക് ആവശ്യമായ 5000 രൂപ എന്നിലേക്ക് എത്തിച്ചതിന് നന്ദി പ്രപഞ്ചമേ. വീണ്ടും പറയാം, നാളെ രാവിലെ 10 മണിക്ക് മുന്നേ എനിക്കാവശ്യമായ 5000 രൂപ എന്നിലേക്ക് എത്തിച്ചു തന്നതിന് നന്ദി പ്രപഞ്ചമേ. അല്ലെങ്കിൽ നിങ്ങൾ കാലത്തെഴുതുകയാണെങ്കിൽ ഇന്ന് രാത്രി 8 മണിക്ക് മുന്നേ എനിക്ക് ആവശ്യമായ തുക എന്നിലേക്ക് എത്തിച്ചു തന്നതിന് നന്ദി പ്രപഞ്ചമേ എന്നിങ്ങനെ 10 തവണ പറയേണ്ടതാണ്. ഈ 10 തവണ പറയുമ്പോഴും ആ പണം നിങ്ങളിലേക്ക് എത്തിയ ആ ഒരു സന്തോഷം നിങ്ങളുടെ മനസ്സിൽ ഉണ്ടാകേണ്ടത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞതിനു ശേഷം നമ്മുടെ ഇടതു കൈയിലെ ആ നടുവിലത്തെ 3 വിരൽ, അതായത് ചൂണ്ടുവിരൽ, നടുവിരൽ, മോതിരവിരൽ, ഇവ 3നും നടുവിലായിട്ട് നമ്മൾ ഇതേ വാക്ക് എഴുതാവുന്നതാണ്. ഇതൊരു അഫർമേഷനാണ്. ഇത് അങ്ങനെ തന്നെ എഴുതാം. നാളെ രാവിലെ 10 മണിക്ക് മുന്നേ എനിക്ക് ആവശ്യമായ 5000 രൂപ തന്നനുഗ്രഹിച്ചതിന് നന്ദി പ്രപഞ്ചമേ എന്ന് നമുക്ക് ഒരു തവണ എഴുതിയാൽ മാത്രം മതിയാകുന്നതാണ്. ആദ്യം നമ്മൾ തുടങ്ങേണ്ടത് നമ്മുടെ ചൂണ്ടുവിരലിന് അവിടെ നിന്നാണ്. ആ 3 വിരലും കവറാകുന്ന രീതിയിൽ നമുക്ക് ഈ ഒരു വാചകം എഴുതാവുന്നതാണ്. ഇങ്ങനെ എഴുതി കഴിഞ്ഞ് നമുക്ക് ഉറങ്ങുവാനായിട്ട് പോകാം. ഇനി രാത്രിയിലാണ് എഴുതിയിരിക്കുന്നത് എങ്കിൽ രാവിലെ വീണ്ടും നിങ്ങൾ നിങ്ങളുടെ കൈകളെ തന്നെ നോക്കി 10 തവണയും കൂടി പറയാവുന്നതാണ്. അഥവാ നമ്മൾ രാവിലെ ആണ് എഴുതുന്നതെങ്കിൽ നിങ്ങൾക്ക് നമ്മുടെ പണികൾക്കിടയിൽ അത് മാഞ്ഞു പോകുവാനുള്ള സാധ്യത കൂടുതലാണ്. അപ്പോൾ നിങ്ങൾ വേറൊന്നും ചെയ്യേണ്ട കാര്യമില്ല. പക്ഷേ രാത്രിയിൽ എഴുതുകയാണെങ്കിൽ രാവിലെ ഉണർന്ന ഉടൻ വീണ്ടും ആ കൈ നോക്കി നിങ്ങൾ അതുപോലെ തന്നെ അതിൽ എന്താണോ എഴുതിയിരിക്കുന്നത് അതുപോലെ തന്നെ വായിക്കുവാനായിട്ട് ശ്രമിക്കുക. തീർച്ചയായും നിങ്ങൾ ഈ ഒരു അഫർമേഷൻ ചെയ്തു നോക്കുക, അല്ലെങ്കിൽ ഈ ഒരു മാജിക്കൽ മെത്തേഡ് പ്രയോഗിച്ച് നോക്കുക. നിങ്ങൾക്ക് ആവശ്യമായ തുക നിങ്ങളിലേക്ക് വന്നു ചേരുവാൻ ഇനി അധിക സമയമില്ല എന്ന് തന്നെ പറയാം. പലരും അത്യാവശ്യ ഘട്ടങ്ങളിൽ ആരോട് ചോദിക്കും, എങ്ങനെ നമുക്ക് പണം നേടിയെടുക്കാൻ സാധിക്കും, ചോദിച്ചവർ നമുക്ക് തരുമോ, ഇനി ഒരു പക്ഷേ ആ പണം നമുക്ക് കിട്ടിയില്ലെങ്കിൽ അതിൻ്റെ പിന്നാലെ വരുന്ന ഭവിഷ്യത്തുകൾ എന്തെല്ലാമാണ് എന്നെല്ലാം ഓർത്ത് വിഷമിച്ചിരിക്കാതെ ഇതുപോലുള്ള മെത്തേഡുകളെല്ലാം ഇതെല്ലാം വളരെ എളുപ്പത്തിൽ ചെറിയ ചെറിയ കാര്യങ്ങൾ മുഖാന്തരം നേടിയെടുക്കുവാൻ സാധിക്കുന്ന മാനിഫെസ്റ്റേഷൻ മെത്തേഡുകളാണ്. ഒന്ന് ചെയ്തു നോക്കുക. പലർക്കും ഇതിലൊന്നും തന്നെ ആദ്യം വിശ്വാസം ഉണ്ടാകില്ല. അത് ആരെയും കുറ്റപ്പെടുത്തിയിട്ട് കാര്യമില്ല. സ്വാഭാവികമായിട്ട് എനിക്കും ഇതിലൊന്നും തന്നെ ആദ്യം വിശ്വാസം ഉണ്ടായില്ല. വീണ്ടും വീണ്ടും നമ്മൾ തുടർച്ചയായിട്ട് ഓരോ പരീക്ഷണങ്ങൾ ചെയ്തു നോക്കുമ്പോഴാണ് ഈ പ്രപഞ്ചവും നമ്മളും തമ്മിലുള്ള ഒരു കണക്ഷൻ എന്ന് പറയുന്നത് എന്താണെന്ന് എനിക്ക് തിരിച്ചറിയുവാനായിട്ട് സാധിച്ചത്. ആ തിരിച്ചറിവ് തന്നെയാണ് നിങ്ങളിലേക്ക് കൂടുതലായിട്ട് ഈ പ്രപഞ്ച ശക്തിയെക്കുറിച്ച് പറയുവാനും ഈ യൂണിവേഴ്സിനോട് എങ്ങനെ ചോദിക്കണം, എന്ത് ചോദിക്കണം, എപ്പോൾ ചോദിക്കണം എന്നതിനെക്കുറിച്ചുള്ള വിശദീകരണ വീഡിയോകൾ ഇടുന്നതുമെല്ലാം. അതായത് നമ്മുടെ ജീവിതത്തിൽ നമുക്ക് നമ്മളെ കൊണ്ട് സാധിക്കില്ല എന്ന് പറഞ്ഞ് മാറ്റിവെക്കേണ്ടതായിട്ടുള്ള കാര്യങ്ങൾ ഒന്നും തന്നെയില്ല. ഇതിന് ചെറിയ ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ ഒരു ഇരുമ്പ് കഷ്ണം തന്നെ എടുത്തു നോക്കൂ. അതിനെ കേടുവരുത്തി കളയാൻ വളരെ പ്രയാസമാണ്. ഉദാഹരണത്തിന് നമുക്ക് അതിനെ 2 കഷ്ണമാക്കി മാറ്റിയിടാമേ ഒഴികെ, അല്ലെങ്കിൽ 4 കഷ്ണങ്ങളാക്കി മാറ്റിയിടാമേ ഒഴികെ ഒരിക്കലും നമുക്ക് അതിനെ
അതിനെ വേറെ ഏതെങ്കിലും കാര്യങ്ങൾക്കായിട്ട്, അതായത് കേടുവന്നു നമുക്കിതിന് ഉപയോഗശൂന്യമാണ് എന്ന് പറഞ്ഞ് കളയാൻ സാധിക്കില്ല. പക്ഷേ ഇരുമ്പിനകത്ത് നിന്നും വരുന്ന ആ ഒരു തുരുമ്പിന് അതിനെ ഭസ്മമാക്കി കളയുവാൻ പോലും സാധിക്കുന്നതാണ്. അതുപോലെ തന്നെയാണ് നമ്മളെ തോൽപ്പിക്കുവാൻ ആർക്കും സാധിക്കില്ല. പക്ഷെ നമ്മുടെ ഉള്ളിലുള്ള ആ ഒരു നെഗറ്റീവ് ചിന്താഗതികൾ, ആ നെഗറ്റീവ് ചിന്തകൾ നമ്മുടെ ജീവിതത്തെ തന്നെ ഇല്ലാതാക്കിക്കൊണ്ടിരിക്കുകയാണ്. അത് നമ്മളെ കാർന്ന് തിന്നുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ നമ്മൾ അതിനൊന്നും ഇടം കൊടുക്കാതെ നമ്മളെ കൊണ്ട് ഈ ജീവിതത്തിൽ വിജയിക്കുവാൻ സാധിക്കും. നമ്മൾ ആരോഗ്യത്തോടു കൂടിയാണ് ജീവിക്കുന്നത്, നമ്മൾ കോടീശ്വരന്മാരായാണ് ജീവിക്കുന്നത്, നമ്മുടെ ജീവിതത്തിൽ താഴ്ച എന്നൊന്നില്ല എന്ന് നമ്മൾ തന്നെ നമ്മുടെ മനസ്സിനെ പറഞ്ഞു പഠിപ്പിച്ച് ആ ഒരു പാതയിലൂടെയാണ് നമ്മൾ മുന്നോട്ട് പോകേണ്ടത്. അങ്ങനെ പോകുന്ന സമയത്ത് ഈ പ്രപഞ്ച ശക്തി നമ്മളിലേക്ക് കൂടുതൽ അനുഗ്രഹങ്ങൾ ചൊരിയുകയും അത് നമുക്ക് തിരിച്ചറിയുകയും അത് മുഖാന്തരം നമുക്ക് നമ്മുടെ ആഗ്രഹങ്ങളെല്ലാം നിറവേറ്റിയെടുക്കുവാൻ സാധിക്കുകയും ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഞാൻ ഇവിടെ ഇപ്പോൾ പറഞ്ഞ ഈ ഒരു റൈറ്റിംഗ് മെത്തേഡ് അല്ലെങ്കിൽ അഫർമേഷൻ മെത്തേഡ് നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരപ്പെട്ടു കാണുമെന്ന് വിശ്വസിക്കുന്നു. ഇത് എത്ര ദിവസം എഴുതണമെന്നൊന്നുമില്ല. നമ്മുടെ ആഗ്രഹങ്ങൾ നിറവേറ്റിയെടുക്കുവാനായി അത്യാവശ്യമായി പണം ആവശ്യമുള്ള സമയത്തെല്ലാം ഈ ഒരു മെത്തേഡ് നിങ്ങൾക്ക് പ്രയോഗിച്ച് നോക്കാവുന്നതാണ്. ഇത് പൂർണ്ണമായും ഒരു ലോ ഓഫ് അട്രാക്ഷൻ മെത്തേഡാണ്. യാതൊരുവിധ നിബന്ധനകളും ഇതിനില്ല. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഇഷ്ടമായി കാണുമെന്ന് വിശ്വസിക്കുന്നു. ഈ വീഡിയോ ഇഷ്ടമായാൽ മറ്റുള്ളവരിലേക്കും കൂടി എത്തിക്കുവാനായിട്ട് ശ്രമിക്കുക. നന്ദി, നമസ്കാരം. ഓം നമോ നാരായണ. ഓം നമോ വെങ്കിടേശായ നമഃ.